ഹായ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് PSC ഉടൻ പുറപ്പെടുവിക്കാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന തസ്തികയെക്കുറിച്ചാണ്. നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ ഇപ്പോൾ അടുത്തിടെ പ്ലംബർ COPA എന്ന് പറയുന്ന കോഴ്സുകളിലേക്കൊക്കെ വിജ്ഞാപനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന വിജ്ഞാപനമാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ACD അരിത്തമെറ്റിക് കം ഡ്രോയിങ്, അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ MMV, അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക് എന്നീ പറയുന്ന 3 ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഉടൻ തന്നെ PSC പുറപ്പെടുവിക്കുകയാണ്. സോ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒന്നാമത് ജൂനിയർ ഇൻസ്ട്രക്ടർ ACD എന്ന കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ ACD എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് കം ഡ്രോയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്കാണ് ജൂനിയർ ഇൻസ്ട്രക്ടറിനെ വിളിച്ചിരിക്കുന്നത്. അത് എന്താണ് ജോലിയുടെ സ്വഭാവം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം ആ വാക്കിൽ തന്നെയുണ്ട് അരിത്തമെറ്റിക്സ്, അതായത് മാത്സും പ്ലസ് ഡ്രോയിങ്ങും കൂടെ പഠിപ്പിക്കുന്ന ITയിലെ അധ്യാപകന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ടെക്നിക്കൽ മേഖലയിൽ ഡിപ്ലോമ BTech ഒക്കെ പഠിച്ചവർക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഏത് സ്ട്രീം എടുത്തവർക്കും, അതായത് എല്ലാ സ്ട്രീം പഠിച്ചവർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പഠിച്ചവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഏകദേശം 163ഓളം അഡ്വൈസ് നടന്നു. 2012 ഇത് മുൻപ് വിളിച്ചിരുന്നത്. ഏകദേശം 163ഓളം അഡ്വൈസ് നടന്ന ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് കൂടിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ACD എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യവും അതേപോലുള്ളൊരു വേക്കൻസിയും അഡ്വൈസസും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. സോ കൃത്യമായ രീതിയിൽ നമുക്കറിയാം മാത്സും നമുക്ക് ITയിലെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റും അതുപോലെ തന്നെ ഡ്രോയിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഈ 2 സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും നമുക്കവിടെ ഉണ്ടാകുക. അപ്പോൾ അത് കൃത്യമായി നമുക്കൊന്ന് പഠിക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം വരുന്ന മറ്റൊരു ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ MMV എന്ന് പറയുന്നത്, അതായത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. അപ്പം MMV വരുമ്പോഴത്തേക്ക് ഏകദേശം 53ഓളം അഡ്വൈസ് നടന്ന ഒരു പോസ്റ്റാണ് എന്തെന്ന് പറയുന്നത് MMVയുടെ കേസ് വരുമ്പോഴത്തേക്ക്. MMV ഏകദേശം 2014 കാലഘട്ടത്തിൽ വിളിച്ചൊരു ടെസ്റ്റായിരുന്നു. നമുക്കറിയാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ BTech കഴിഞ്ഞ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എന്നീ 2 ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വട്ടവും അതുപോലെ തന്നെയുള്ള ഒരു വേക്കൻസി പ്രതീക്ഷിക്കുകയാണ്. ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടൂൾസുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ കോഴ്സിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് വരുന്നതാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിനും ഡിപ്ലോമ BTech കഴിഞ്ഞ മെക്കാനിക്കൽ സ്ട്രീം ഡിപ്പാർട്ട്മെൻറ്റ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക് എന്ന് പറയുന്നത്. അതിൻ്റെ മുൻകാലം നടന്ന പരീക്ഷകളുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 2011 മുൻപ് ഈ തസ്തികയിലേക്ക് വിളിച്ചിരുന്നത്. അതിലേകദേശം 11 അഡ്വൈസാണ് നടന്നിരുന്നത്. സോ ഈ പറയുന്ന 3 ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾ ഉടൻ തന്നെ PSC പുറപ്പെടുവിക്കുകയാണ്. കൃത്യമായ ഒരു പഠനമുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ജൂനിയർ ഇൻസ്ട്രക്ടർ ഈ പറയുന്ന 3 തസ്തികകളിലേക്കുമുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് ഏണസ്റ്റ് അക്കാഡമി ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ COPA അതുപോലെ തന്നെ പ്ലംബർ എന്നീ കോഴ്സുകൾ ഓൾറെഡി റണ്ണിംഗ് ആണ്. സോ ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും തുടരുന്നു. അതോടൊപ്പം തന്നെ ഈ ബാച്ച് ഉടൻ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ACD അതുപോലെ തന്നെ MMV ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക് എന്നിവയിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിക്കുന്നു. ക്ലാസ്സും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.